പകലിന്നോരം വെയിൽ മറഞ്ഞു നിനക്കു കൂട്ടായി പൂനിലാവുദിച്ചു കഥനമുണ്ണാൻ കനിവു പെയ്യാൻ പിറന്നതാണീ മനുഷ്യജന്മം കനിഞ്ഞു തന്നീ മഹത്വജന്മം മലയാളത്തിൻ്റെ പ്രിയ സിനിമാ സംവിധായകൻ ശ്രീ സിബി മലയിലിൻ്റെ മുന്നിൽ മനസ്സ് തുറക്കുകയാണ് മുരുകൻ തെരുവോരം. പീരുമേട്ടിലാണ് മുരുകൻ്റെ ജനനം. തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാടുവിട്ട് കൊച്ചിയിലേക്ക് കുടിയേറി. അവിടെ നിന്നും മുരുകൻ തെരുവിൻ്റെ മകനായി ജീവിതം തുടങ്ങി. സകല ഗുണ സഖയായി തഴുകാൻ തണലായി സകലേശൻ സ്നേഹരസ നിറവിൻ നറുപാൽ നനവായി ഭുവയിത്രി കരുണയോറും കൈകളാവാൻ കനിവുതീർക്കും അരുവിയാവാൻ കാലമൊരുക്കി നിന്നെ ഈ മണ്ണിൽ പകലിന്നോരം വെയിൽ മറഞ്ഞു വിധിക്കു വീരോപചാരങ്ങൾ ചാർത്തും വിപത്തു തീർക്കും ധനദ്രവ്യധാന്യം കനിഞ്ഞു നിന്നിൽ ഒരു ദുഃഖപർവം എറിഞ്ഞു നിന്നെ തെരുവിൻ്റെ കോണിൽ വളർന്നു ചേരി വിശുദ്ധപുത്രൻ വളർന്നു ചേരി വിശുദ്ധപുത്രൻ പകലിന്നോരം വെയിൽ മറഞ്ഞു ഒരിറ്റു ദാഹജലത്തിനായി കേണു വിളത്ത വറ്റിൻ്റെ ഗന്ധം നുകർന്നും കളിച്ചു കാലത്തിനൊപ്പം വളരാൻ ജനിച്ച
കൊതിച്ച മണ്ണിന്റെ ഗന്ധം നുകരാൻ കൊതിച്ച ജന്മം നീ തരുവോര ജന്മം കൊതിച്ച ജന്മം നീ തരുവോര ജന്മം. സമൂഹത്തിലെ ഒരുപാട് തിന്മകൾക്ക് മുരുകൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ താൻ അശക്തനെങ്കിലും അതിനിരയായവർക്ക് അവനെന്നും താങ്ങും തണലുമായിരുന്നു. ലഹരി പെയ്യുന്ന രാവിൻ്റെ കോണിൽ ഉറഞ്ഞു തുള്ളുന്നു കൗമാരത്തേയം. ഒളിച്ച മണ്ണിൻ്റെ ചൂടുള്ള ചോരിൽ പഴുത്തു വീഴുന്നു യോനി മുഖങ്ങൾ. കിനിഞ്ഞു കീറ്റുന്നു രതിരക്തസ്രാവം. ഉദിച്ചുയർപ്പിച്ചൊരുടയോനു പോലും ഉറക്കമില്ലാത്ത ഭോഗാന്ധകാമം. ജനിച്ച കാലത്തിനാശങ്ക തീർത്തി പറക്കമുറ്റാത്ത കണ്ണീർ കണങ്ങൾ. ഉരുകി വീഴുന്നു പെൺപെറ്റ ജന്മം. ഒരിക്കലെല്ലാം ഒടുങ്ങുമെന്നോർക്കാതടക്കി വാഴാൻ തുടിക്കുന്ന ചിത്തം. മനുഷ്യ മണ്ണിന്നഹങ്കാരശൈലം മറന്നു പോകുന്നു നാഭീനികുഞ്ചം. പേറ്റുനോവും എനിക്കന്യയപ്പോ പേറ്റുനോവും എനിക്കന്യയപ്പോ. സ്നേഹത്തിനൂഷരഭൂവിൽ നിണമുതിർക്കുന്നു ക്ഷത്രിയവൈരം. മതിച്ചു മാർഗം മറക്കുന്നു ശിഷ്യർ. കൂടപ്പിറപ്പിനും സാത്താന്റെ രൂപം. ക്ഷയിച്ചു തീരുന്നു മാനവജന്മം. ക്ഷയിച്ചു തീരുന്നു മാനവജന്മം. ക്ഷയിച്ചു തീരുന്നു മാനവജന്മം. വളരെ കഷ്ടപ്പെട്ടാണ് മുരുകനും കുടുംബവും ജീവിച്ചിരുന്നത്. ആരോരുമില്ലാതെ തെരുവിൽ രോഗികളായി കിടക്കുന്നവരെ വണ്ടിയിൽ കയറ്റുവാനോ ആശുപത്രിയിലെത്തിക്കുവാനോ മറ്റാരും തയ്യാറായിരുന്നില്ല. ഒരിക്കലും
തെരുവുമക്കളുടെ കണ്ണീർ കണ്ടു നിൽക്കുവാൻ അവനാകുമായിരുന്നില്ല. അവർക്കു വേണ്ടി ഒരു ഓട്ടോ വാങ്ങാൻ മുരുകൻ തീരുമാനിക്കുകയും തൻ്റെ അധ്വാനത്തിൻ്റെ മിച്ചം സ്നേഹഭവനിലെ അച്ഛനെ ഏൽപ്പിക്കുകയും പിന്നീട് അതുകൊണ്ടൊരു ഓട്ടോ വാങ്ങി തെരുവിലെ ഈ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. സഹജീവികൾ തൻ്റെ കരമേകുവാൻ, അവരിൽ കനിവോടെ സുഖമേകുവാൻ, കുടിലിൽ പിറന്ന കുരിശിൻ്റെ തോഴൻ ഇവനിൽ നിറവാർന്നു നിൽക്കയോ. ഇവനായി വീണ്ടും ജനിച്ചുവോ. സുഖമന്ദിരത്തിൻ്റെ മണിമേടയിൽ ഒരു വേള താൻ കണ്ട ദുരിതങ്ങളെ മനസ്സിൽ കെടാതെ മനുഷ്യനു നന്മ, മനസ്സിൽ കെടാതെ മനുഷ്യനു നന്മ പകരാൻ പിറകൊണ്ട ബുദ്ധനോ. ഇവനീ യുഗത്തിൻ്റെ പുത്രനോ, ഇവനീ യുഗത്തിൻ്റെ പുത്രനോ. സാഗരം ഒന്നിലിഴ ചേർന്നപ്പോൾ നുരയും കുരുക്ഷേത്ര രണഭൂമിയിൽ പ്രിയധർമ്മ പരിപൂർണ പാലകനായി പ്രിയരിൽ നിറഞ്ഞൊരു ജന്മമോ. ഇന്നിൻ്റെ യദുകുലഗാഥയോ, ഇന്നിൻ്റെ യദുകുലഗാഥയോ. ഉരുകുന്ന അതിഗൂഢ മരുഭൂമിയിൽ ഉയിരായി ഉറവാർന്ന കനിവിൻ കണം യുഗജന്മമായി ഇഹലോകമാകെ, യുഗജന്മമായി ഇഹലോകമാകെ നന്മപ്രവാഹിയായി മാറിയോ. ഇവനീ കലിയുഗനാഥനോ, ഇവനീ കലിയുഗനാഥനോ. മുരുകനെക്കുറിച്ച് നിങ്ങൾ കേട്ടു. മുരുകൻ്റെ ജീവിത പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കി. മുരുകൻ ചെയ്തു വരുന്ന പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് മുരുകന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനെ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന പ്രവർത്തനങ്ങളല്ല ഇവിടെ പ്രായോഗികമായ ദൈനംദിന കാര്യങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ദൈനംദിന കാര്യങ്ങളെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് വെല്ലുവിളികളെ അദ്ദേഹം നേരിടുന്നുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാനായിട്ട്
ഏറ്റവും അത്യാവശ്യ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയും ഒരുപാട് സുമനസ്സുകളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട്, ഭക്ഷണം കൊണ്ട്, മറ്റ് ഇവിടെ ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനായിട്ട് മുന്നോട്ട് വരികയും ഈ ഒരു വലിയ സംരംഭത്തെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന വ്യക്തിപരമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകുന്ന നല്ല മനസ്സുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ചെയ്യുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെയും മുരുകൻ നടത്തുന്ന ഈ തെരുവ് വിളക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ നേരെയും ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയും അഭ്യർത്ഥനയുമുണ്ട്.